ഗൈസ് നമുക്കങ്ങനെ പാസ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ എൻട്രി ചെയ്തു. നമ്മൾ മലയാളിയുടെ ഏറ്റവും അഭിമാനമായ ഏറ്റവും പ്രിയപ്പെട്ട നടന വിസ്മയ മോഹൻലാലിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. നിങ്ങളെപ്പോലെ ഞാനും വളരെ എക്സൈറ്റഡാണ്. നമ്മുടെ ലാൽ സാറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. നല്ല ബാൻഡ് മേളമുണ്ട്. നമ്മുടെ വെട്രിമയിൽ മുരുക ഹരഹുരു എന്ന പ്രശസ്തമായ ഗാനമാണ് ഒരു ബാൻഡുകാർ വായിക്കുന്നത്. നമ്മളുള്ളത് കവിതാ തിയേറ്റർ എറണാകുളത്തിലാണ്. ഇവിടെയാണ് പാട്രിയോട്ടിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത്. വളരെ വർണ്ണാഭമായിട്ടുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ലാലേട്ടൻ നമ്മുടെ കവിതാ തിയേറ്ററിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ സമയം 5:45. കൃത്യം ഒരു 6 മണിയോടെ അദ്ദേഹം എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മലയാളിയെ അല്ലെങ്കിൽ മലയാളക്കരയെ ലോകത്തുള്ള സിനിമാ മേഖലയിലും അല്ലാത്ത മേഖലയിലുമൊക്കെ പിടിച്ചു വരുത്തിയ ഒരാളാണ് അദ്ദേഹം. ഇത് പോയത് പ്രസ്തുത സിനിമയിലെ നടിയാണ്. അത് ലാലേട്ടൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ജനങ്ങളുടെ ലാലേട്ട എന്നുള്ള സ്നേഹത്തോടെയുള്ള വിളി നമുക്ക് കേൾക്കാം. നമ്മൾ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ലാലേട്ടൻ്റെ വണ്ടി കവിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നും മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. വളരെ ആകാംക്ഷയോടെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഞാനടക്കം വരുന്ന ബാലവൃദ്ധം ജനങ്ങളും. ലാലേട്ടൻ ഇന്ന് ഇവിടെ ലാലേട്ടൻ്റെ വണ്ടിയാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇത്രയും നേരത്തെ കാത്തിരിപ്പാണ്. ലാലേട്ടനെ ഒരു നോക്ക് നേരിട്ട് കാണാൻ എങ്ങനെയാണ് വരിക, അങ്ങനെ ഒരുപാട് 100,000 ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടും. അദ്ദേഹത്തിൻ്റെ കാർ എടുക്കുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ അറിയില്ല തിരക്ക് വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന്. അദ്ദേഹത്തിൻ്റെ കാർ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ക്യാമറയായിട്ട് ചുറ്റും കൂടിയിട്ടുണ്ട്. നമ്മളും നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ കാണാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. കാർ തുറന്ന് ആരൊക്കെയോ പുറത്തിറങ്ങുന്നു. ലാലേട്ടൻ ഇപ്പോൾ ഏതാനും നിമിഷത്തിനകം നമ്മുടെ മുന്നിലൂടെ ഈ പാട്രിയോട്ട് സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ട് ഇറങ്ങി വരും. മീശ മുറുക്കി മീശ പിരിച്ച് അദ്ദേഹം നമ്മുടെ മുന്നിലൂടെ നടന്നു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ കാറിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങും. അത്രയധികം ആളുകൾ വിളികൾ നമുക്ക് കേൾക്കാൻ പറ്റും. ലാലേട്ട എന്നുള്ള വിളികളും ആക്രോശങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. ബോൺസേഴ്സ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ജനങ്ങളെ മാനേജ് ചെയ്യുന്നത്. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം വരുന്നത് മലയാളക്കരയുടെ ലാലേട്ടനാണ്. അപ്പോൾ ആ വരവ് അത് ഒന്നൊന്നര വരവ് തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ഏതോ നിമിഷത്തിനകം ഇറങ്ങും. കാലിലൊക്കെ ചവിട്ട് കിട്ടി കണ്ണടയൊക്കെ പൊട്ടിയോന്ന് അറിയില്ല. ഫോൺ താഴെ പോവാതെ നോക്കണം. ഒപ്പം ലാലേട്ടൻ ഒരു നോക്ക് കാണണം. എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഉള്ള ആഗ്രഹമാണ്. ബൗൺസേഴ്സ് വഴിയൊരുക്കിയിരിക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച് വളരെ തിരക്കുള്ള ഒരു സിറ്റുവേഷനാണിത്. ലാലേട്ടൻ ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ നടന്നു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എല്ലാവരെയും പോലെ നമ്മളും കാത്തിരിക്കുകയാണ്. സെക്യൂരിറ്റി വഴി മുഴുവൻ മാറ്റുന്നുണ്ട്. അവർ വളരെയേറെ പണിപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. ഇപ്പോൾ ലാലേട്ട എന്നുള്ള വിളികൾ മാത്രമാണ് ഫാൻസിൻ്റെ അത്രയധികം ആർജവമായിട്ടുള്ള ജൈവിളികൾ മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ലാലേട്ടൻ ഏതാനും നിമിഷത്തിനകം ഇപ്പോൾ ഇറങ്ങി വരും. ബൗൺസേഴ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ലാലേട്ടനുള്ള വഴി ഒരുക്കി കഴിഞ്ഞു. ലാലേട്ടൻ ഇപ്പോൾ ലാലേട്ടൻ വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ലാലേട്ടൻ നമ്മളെ കടന്നു പോകും. നമ്മളേറെ കാത്തിരുന്ന ഒരു മൊമെൻറ്റാണിത്. ഒരു ഫാൻ ബോയ് മൊമെൻറ്റ് കൂടിയാണിത്. ലാലേട്ടൻ്റെ കാറിൻ്റെ ചില്ല് ചെറുതായിട്ടും തുറന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് എത്രത്തോളം ലാലേട്ടനെ കാണാൻ പറ്റും എന്നറിയില്ല. ജനലിലുള്ള ഒരു ചെറിയ നാളം പോലെ നമ്മുടെ ലാലേട്ടൻ്റെ കണ്ണുകൾ ലാലേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു. ലാലേട്ടൻ വെളിയിലേക്ക് വരുന്നു. നമ്മുടെ ആവേശം, മലയാളക്കലയുടെ അഭിനയസിംഹം, അഭിനയകലയുടെ ചക്രവർത്തി, കംപ്ലീറ്റ് ആക്ടർ ശ്രീ മോഹൻലാൽ പത്മശ്രീ മോഹൻലാൽ നമ്മുടെ മുന്നിലൂടെ വരികയാണ്. വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻ്റാണിത്. വളരെ ആഹ്ലാദത്തോടെ നമ്മളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം ഒരു
കടന്നു പോയിരിക്കുകയാണ്. ആദ്യമായിട്ട് കണ്ടു.